ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്നത്തെ ഡേയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കി. അങ്ങനെ ഫസ്റ്റ് എടുത്തത് ബയോളജി ആയിരുന്നു. ബയോളജിയിലെ ബയോമോളിക്യൂൾസിലെ പാർട്ട് 2 ആണ് എടുത്തത്. അങ്ങനെ ബയോമോളിക്യൂൾസ് പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം ഒരു DPPയിലെ 30ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായി. അത് വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എടുത്തത് ആനിമൽ കിൻഡാണ്. ആനിമൽ കിൻഡ് മമാലിയ വരെയുള്ള പോർഷൻസ് ആണ്. ഇതോടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അങ്ങനെ അത് പഠിച്ചു. അതിൽ ഏകദേശം ഒരു 85ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ആ ക്വസ്റ്റ്യൻസും DPPയിൽ തന്നെ വർക്കൗട്ട് ചെയ്തു. എക്സ്ട്രാ മെറ്റീരിയൽസ് ഒന്നും എടുക്കാൻ നിന്നില്ല. ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം വേണം മെറ്റീരിയലിൽ വർക്കൗട്ട് ചെയ്യാൻ. GIBക്ക് മുന്നേ ഒരു 5-6 ദിവസം എന്തായാലും മെറ്റീരിയൽസിൽ വർക്കൗട്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെ എക്സാമ്പിൾസൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പഠിച്ച് നോക്കി. അങ്ങനെ ആനിമൽ കിൻഡം കഴിഞ്ഞതിന് ശേഷം ബയോളജിയിൽ തന്നെ അനാട്ടമിയുടെയും ലാസ്റ്റ് പാർട്ടായിരുന്നു. അങ്ങനെ അനാട്ടമി എടുത്തു. അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ മോണോകോട്ടിൻ ലീഫും ഡൈക്കോട്ട് ലീഫും ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അതും പഠിച്ചു. കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. അത് ഞാൻ ഫോണിലാണ് ചെയ്തത്, കാരണം DPPയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ല. അത് കഴിഞ്ഞതിന് ശേഷം കോക്രോച്ച് പഠിക്കാനിരുന്നു. കോക്രോച്ച് ഫുള്ള് കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് ഡേ ഫ്രോഗ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ ഇങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, എല്ലാവരും ട്രാക്കിലേക്ക് വരിക. അപ്പോൾ എല്ലാവരും ഒരേപോലെ ട്രാക്കിലേക്ക് എത്തണമെന്ന് ഇപ്പോൾ ഇല്ല, പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ട്രാക്കിലേക്ക് വരും. അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞാൻ എടുത്തത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലെ കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കാമെന്നാണ് വിചാരിച്ചത്. GIB പോർഷനാണ്. അതിലെ 1ാമത്തെയും 2ാമത്തെയും പാർട്ടാണ് ഇന്ന് ഞാൻ എടുത്തത്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ന്യൂസ് പ്രിൻ്റിലാണ് ആ സമയത്ത് പഠിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായത്. അങ്ങനെ ബുക്കിലുള്ളതൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ആ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഇതെടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനിരുന്നു. അങ്ങനെ അതിലുള്ള ഡേ 1 ഡേ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തു വന്നിട്ട് വീട്ടിലെല്ലാവരുടെയും നോക്കലായിരുന്നു. അങ്ങനെ ഈവനിങ് അങ്ങനെ കുറച്ച് സമയം പോയി. അതിന് ശേഷം ഞാൻ വന്നിട്ട് ലോസ് ഓഫ് മോഷനിലെ ഡേ 2 പാർട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡേ 2 പാർട്ട് പഠിക്കാനിരുന്നു. DPPയിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്തത്. അങ്ങനെ DPPയിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. നിങ്ങളുടെ സ്റ്റഡീസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്? GIBയുടെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയോ? ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ വീണ്ടും വർക്കൗട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഒരു 10-20 ബുക്ക് വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന മെറ്റീരിയൽ അവസാനം ആ സമയത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം നമുക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന മെറ്റീരിയൽ ചെയ്യാം. അങ്ങനെ ഞാൻ ലോസ് ഓഫ് മോഷൻ്റെ ഡേ 4 പോർഷൻസ് എടുത്തു. വർക്കൗട്ട് ചെയ്യാനിരുന്നു. ഇങ്ങനെ കൺസെപ്റ്റ് ആദ്യം കുറച്ച് ക്ലിയർ ആക്കി. അതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. അതിന് ശേഷം ഞാൻ എടുത്തത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയിലെ സൊല്യൂഷനിൽ ഡേ 2 പോർഷൻസാണ്. സോളിബിലിറ്റി, അതേപോലെ ഐഡിയൽ സൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സോൾബിലിറ്റിയുടെ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ വേഗം വായിച്ചാൽ മനസ്സിലാകുന്നൊരു ഭാഗം തന്നെയാണ്. ഇതിലുണ്ടായ കീപ്പ് ഇറ്റ് മൈൻഡൊക്കെ ഞാൻ കോഡ് ഭാഷയിൽ എഴുതി വെച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.